നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അതിനൊപ്പം ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കണം. എങ്കിലേ നിത്യയ്ക്ക് വേഗം ചലനശേഷിയും സംസാരശേഷിയും ഒക്കെ തിരിച്ചു കിട്ടുള്ളൂ. ഓ, ഭയങ്കര ആഗ്രഹം തന്നെ. അതേ മുത്തശ്ശി, ഭയങ്കര ആഗ്രഹം തന്നെയാ. നിത്യ ഒന്ന് നാവ് ചലിപ്പിച്ചോട്ടെ. അത് കഴിയുമ്പോ ആർക്ക് കുറി വരയ്ക്കണമെന്ന് തീരുമാനിക്കാം. ഹലോ സിദ്ധു. ദേവിക തിരക്കിലായിരുന്നോ? ഞാൻ കുറെ നേരമായിട്ട് വിളിക്കുന്നുണ്ടായിരുന്നു. ആ, ഞാൻ നിത്യമോളുടെ മുറിയിലായിരുന്നു. ഞാൻ എപ്പോഴും അടുത്തിരിക്കണം. മിണ്ടാനാവില്ലെങ്കിലും അവളുടെ കണ്ണുകള് അതെന്നോട് പറയുന്ന എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. സത്യം പറഞ്ഞ ഇപ്പൊ ഫുൾ ടൈം ഞാൻ അവളുടെ ഒപ്പാ. ഉറങ്ങുന്നത് പോലും ആ മുറിയില്ല. ദേവിക്കെല്ലാം ബുദ്ധിമുട്ടായല്ലേ? അയ്യോ, ബുദ്ധിമുട്ടോ? എനിക്കോ? എന്റെ അനിയത്തിയല്ലേ ഞാൻ നോക്കുന്നേ. എനിക്കെന്ത് ബുദ്ധിമുട്ടാ? സങ്കടം ഒറ്റ കാര്യത്തിലേ ഉള്ളൂ. നിത്യയുടെ അവസ്ഥയ്ക്ക് കാരണം ഞാനാണെന്നുള്ള കുറ്റപ്പെടുത്തലുകൾ അതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അമ്മ പോലും ആ രീതിയിലാണ് ഇപ്പൊ സംസാരിക്കുന്നത്. അന്ന് നിത്യയുടെ പിന്നാലെ പോകാൻ ദേവിയോട് പറഞ്ഞത് ഞാനാ. ദേവികയ്ക്ക് അപകടമൊന്നും സംഭവിക്കാതിരിക്കാനാ ഞാനും പാഞ്ഞെത്തിയത്.